ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുരട്ട. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ട ഒരു സംഭവം തന്നെയാണ്. ദേശീയപാത 66-ൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് കണ്ടോ, നോക്കിയത് നിങ്ങൾ. ഇതൊരു സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ മുൻപിൽ തന്നെയാണ് ഇത്. ചെർക്കള ഫ്ലൈ ഓവറാണ്. ചെർക്കള ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്നുള്ള അപ്രോച്ച് റോഡാണ് നിങ്ങളീ കാണുന്നത്. ഈ അപ്രോച്ച് റോഡിൻ്റെ അടിഭാഗത്ത് 2 ബോക്സ് കൾവേർട്ട് കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് അപ്പുറത്തൊരു സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് നോക്കിയോ നിങ്ങൾ കേട്ടോ. ഇവിടെ ഹോം ഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചറും മാഷുമാരൊക്കെ നിൽക്കുന്നുണ്ട് കുട്ടികളെ കടത്തി വിടാൻ വേണ്ടിയിട്ട്. കണ്ടോ എത്ര സുഖമായിട്ടാണ് കുട്ടികൾ കടന്നു പോകുന്നത്. റോഡിൻ്റെ മറുഭാഗത്തു നിന്നാണ് ഇപ്പുറത്തേക്ക് വരുന്നത് കേട്ടോ അവർ. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സ് കൾവേർട്ടുകൾ നമ്മളെ നാട്ടിൽ നിർമ്മിച്ച ദേശീയപാത 66-ൻ്റെ അവിടെ സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞ് വരേണ്ട ആവശ്യം വരുന്നില്ല. നോക്കിയോട്ടോ കുട്ടികൾ പോകുന്ന കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ സ്കൂളുണ്ട്, 2 കൾവേർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എൻട്രിയാണ്, തൊട്ടപ്പുറത്ത് എക്സിറ്റുമാണ്. കണ്ട റോഡിൻ്റെ 2 ഭാഗത്തും സ്കൂളുകളുണ്ട്. ആ 2 ഭാഗത്തും ഉള്ള സ്കൂളിലത്തെ കുട്ടികൾക്ക് റോഡിൻ്റെ മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ബോക്സ് കൾവേർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ നിർമ്മാണങ്ങളാണ് ശരിക്കും നമ്മുടെ ദേശീയപാത 66 കേരളത്തിലൂടെ കടന്നു പോകുമ്പം പല സ്ഥലത്തും. ഇത് കേരളത്തിൽ തന്നെയാണ്, കാസർഗോഡാണ്. അപ്പോൾ ഇതുപോലെ നിർമ്മിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കറങ്ങി തിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുട്ടികൾ മാത്രമല്ല, ജനങ്ങൾക്ക് 2 ഭാഗത്ത് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ബോക്സ് കൾവേർട്ടുകൾ അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്ത് നിർമ്മിച്ച് കഴിഞ്ഞാൽ വളരെയധികം നന്നായിട്ടുണ്ടാവും. കണ്ടില്ലേ നിങ്ങൾ 2 ബോക്സ് കൾവേർട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അണ്ടർപാസിനും ഓവർപാസിനും മണ്ണിട്ട് ഉയർത്തിയിട്ട് ഞങ്ങൾ 2 ഭാഗത്തേക്കും കടന്നു പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള കൾവേർട്ടുകൾ, ബോക്സ് കൾവേർട്ടുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ജനങ്ങൾക്ക് 2 ഭാഗത്തേക്കും കടന്നു പോകാൻ സാധിക്കുന്ന കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ പല സ്ഥലത്തും ഇപ്പോൾ FOBകളാണ് കൊടുത്തുകൊണ്ടിരിക്കുക. മലപ്പുറം ജില്ലയിൽ ഇതുപോലത്തെ ഒരു സംഭവം തന്നെയല്ല. പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തി ഏകദേശം 700-800 മീറ്ററോളം ദൂരം പോയിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുഭാഗം ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് പോരേണ്ട അവസ്ഥയാട്ടോ. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ജനങ്ങൾ കാണട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്.